തിരുവനന്തപുരം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ, അതായത് മാർക്സിസ്റ്റ് കോട്ടകൾ പലതും ഇപ്പോൾ BJPയുടെ കാവിക്കോട്ടകളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ, അതായത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മുരളീധരനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. അതുപോലെ തന്നെ കാട്ടാക്കടയിലും. ഇരു പ്രദേശങ്ങളിലും CPIM ശക്തി കേന്ദ്രങ്ങളായിരുന്നവയാണ്. ആറ്റിങ്ങലിൽ 40,000-ഓളം വോട്ടുകൾക്ക് CPIMന്റെ OS അംബിക വിജയിച്ച സീറ്റാണ്, സംവരണ സീറ്റാണ്. കാട്ടാക്കടയിൽ IB സതീശാണ് കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയത്. എന്നാൽ ഈ രണ്ട് തട്ടകങ്ങളിൽ BJPയാണ് മുന്നിട്ട് നിന്നത്. നേമത്ത് ശിവൻകുട്ടി ജയിച്ച സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ 22,000-ഓളം വോട്ടുകൾക്ക് മുൻപന്തിയിലായിരുന്നു. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ സെഗ്മെന്റുകളിലും BJP ഒന്നാം സ്ഥാനത്തെത്തി. ഈ സെഗ്മെന്റുകളിലെല്ലാം CPIM ഒന്നാം സ്ഥാനത്തെത്തിയ സെഗ്മെന്റുകളാണ്. അതായത് CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വോട്ട് ചോർച്ച ഉണ്ടായതുപോലെ തന്നെ CPMന്റെ സ്ഥാനാർത്ഥിയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ജോയി മത്സരിച്ച ആറ്റിങ്ങലിൽ പോലും CPIMന് ഇടത് കോട്ടകളിൽ വൻ വിള്ളലാണ് സംഭവിച്ചത്. CPIMന്റെ വോട്ട് ചോർച്ച കൃത്യമായി മുതലെടുത്തത് എല്ലാ തരത്തിലും BJP തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. വാസ്തവത്തിൽ CPIM നെറുകേട് കാണിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന ഈ ക്രോസ് വോട്ടിംഗ് സംവിധാനം. പരമ്പരാഗതമായി CPIMന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായി എൻ ബ്ലോക്കായി BJPയിലേക്ക് വോട്ട് ഷെയർ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് വല്ലാതെ എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായി മാറിയത്. ഇതിൽ ഒന്നും തന്നെ അടിവതറാതെയാണ് UDF മികച്ച ഫോമിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയെടുത്തത്. എന്നാൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അടക്കം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് ഒരുങ്ങാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. പാലോട് രവി അടക്കമുള്ള നേതാക്കൾ ശക്തമായി അതിനുവേണ്ടിയുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം MP ആയ തരൂരും അതുപോലെ ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശും കൃത്യമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാം. തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിൻ്റെ ആധിപത്യം ഉറപ്പിച്ചാൽ തീർച്ചയായും അത് സംസ്ഥാന തലത്തിൽ വ്യാപകമായി ഭരണമാറ്റത്തിന് കാതലായ പങ്ക് വഹിക്കും. നമുക്കറിയാം, തലസ്ഥാന നഗരം ആര് പിടിക്കുന്നു അവർക്ക് കൃത്യമായി ഭരണം ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏറെക്കാലമായി കാണുന്നത്. 2011 UDFന് വലിയ രീതിയിലുള്ള മേൽക്കോയ്മ കൃത്യമായും തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചത്. അന്ന് ഒട്ടുമിക്ക സീറ്റുകളും UDFിലേക്ക് പോയി. പാറശാലയിൽ അടക്കം UDF വലിയ വിജയമാണ് നേടിയത്. അന്ന് പാറശാല MLA ആയിരുന്ന AT ജോർജാണ്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര MLA ആയി വിജയിച്ചത് സെൽവരാജായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. തിരുവനന്തപുരത്ത് VS ശിവകുമാറും അതുപോലെ തന്നെ കോവളത്ത് കൃത്യമായും അവിടെ ജോർജ് മേഴ്സിയർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള വെന്നിക്കൊടി പാറിച്ച സ്ഥലമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആകെ കോവളത്ത് അഡ്വക്കേറ്റ് വിൻസെൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇടത് സ്വഭാവം അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്, ആന്റണി രാജു അടക്കമുള്ളവർ. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി CPIMനും LDFനും കിട്ടും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, BJPക്ക് അടിയറവ് വയ്ക്കാൻ, അതായത് കോൺഗ്രസും UDFും ജയിക്കാതിരിക്കാൻ BJPക്ക് അടിയറവ് വയ്ക്കുന്ന തരം താഴ്ന്ന രാഷ്ട്രീയ കളി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം.